പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പോലീസുകാരെല്ലാം തന്നെ വണ്ടിയിൽ കയറ്റി അബിയെ അവിടെ നിന്നങ്ങ് കൊണ്ടുപോകുന്ന സമയത്തിന് അബിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അബി എങ്ങനെ ചോദ്യം ചെയ്യാട്ടോ. ആ സമയത്തിന് അബി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറയുന്നുണ്ട്. പോലീസുകാർ ആദ്യം ഇത് വിശ്വസിക്കുന്നില്ലെങ്കിലും അബി പറയുന്നുണ്ട്, അതെ ഞാൻ അനന്തപുരിയിലെ കൊച്ചുമോനാണെന്ന് പറയും. എന്നിട്ട് ആദർശിന്റെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ നേരെ ആദർശിനെ വിളിക്കും. അങ്ങനെ ആദർശും അവരെല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം അബി അവിടെ നിന്നും ഇറക്കുന്നുണ്ട്. അതിനുശേഷം ആദർശ് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇളയച്ച ഇവന്റെ സ്വഭാവം ഇനി ഒരിക്കലും മാറാനൊന്നും പോകുന്നില്ല. ഇവൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഇവന്റെ കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആദർശ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. മുത്തശ്ശൻ ഇങ്ങനെ ദേവേനോട് പറയുന്നുണ്ട്, ആദർശ് നയനെ കല്യാണം കഴിച്ച് ഈ അനന്തപുരി തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അന്നേ മുതൽ തന്നെ നയനമോള് നിന്നെ കാണുന്നത് ഒരിക്കലും അമ്മായിയമ്മയായിട്ടല്ല, അവൾ അവളുടെ സ്വന്തം അമ്മയുടെ സ്ഥാനം തന്നെയാണ് നിനക്ക് തന്നേക്കുന്നത്. അവൾ നിന്നെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയും. എന്നാൽ ദേവേനയുടെ മനസ്സിൽ ഭയങ്കര സംശയമായിരിക്കും. ഇനി ഒരു പക്ഷേ നയന തന്നെയാണോ തനിക്ക് കരൾ തന്നത് എന്ന സംശയമായിരിക്കുമല്ലോ ദേവേനിക്ക്. അതുകൊണ്ട് തന്നെ ദേവേന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതല്ല അച്ഛാ, എന്താ നയനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ക്ഷീണം പോലെ, അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും ജലജ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് തന്നെ ദേവേനോട് ചോദിക്കുന്നത്, അയ്യോ അപ്പോ ഏട്ടത്തി ആ കാര്യം എന്ന് പറഞ്ഞില്ലേ, ഏട്ടത്തിക്ക് കരൾ തന്നതൊക്കെ അവളാ, ഏട്ടത്തിക്ക് കരൾ തന്നത് കൊണ്ട് തന്നെ ആയിരിക്കും അവൾക്ക് ഇത്രമാത്രം ക്ഷീണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജലജ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും അത് നടന്ന സത്യമാണ് എന്ന കാര്യമൊന്നും തന്നെ ജലജക്കറിയില്ലല്ലോ. പെട്ടെന്ന് ജലജത്ത് പറയുന്ന സമയത്തിന് മുത്തശ്ശനൊക്കെ ഒരു ഷോക്കായിരിക്കും. എന്താണെങ്കിലും ഈ സംശയമെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ സത്യം എന്തായാലും കണ്ടെത്തണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ദേവേനെ നേരെ ഡോക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. ഡോക്ടറെ വിളിച്ചുകൊണ്ട് തന്നെ ദേവേനെ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് അറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഡോക്ടർക്ക് അറിയാലോ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ, ദേവേനി എത്രമാത്രമാണ് നയനെ വെറുക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, അത് പിന്നെ ആ കരൾ തന്ന പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തരുത് എന്ന് അവരുടെ ഓർഡറാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ആ കുട്ടി ഏതായാലും അത് വെളിപ്പെടുത്തരുത് എന്നാണ് ആ കുട്ടിയും അവളുടെ ഭർത്താവും പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ആയിരിക്കട്ടോ ഡോക്ടർ ദേവയാനിയോട് പറയുന്നത്. ഇതേ സമയത്തിന് ശബരിമലയിൽ നിന്ന് ആദർശ് തിരിച്ചു വരുന്നുണ്ട് എന്നിങ്ങനെ നയനോട് വിളിച്ചു പറയുന്ന സമയത്തിന് നയന വളരെയധികം ആകാംക്ഷയോട് കൂടെ തന്നെ ആദർശിനെ എങ്ങനെ കാത്തിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.